ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വായനാ ദിനമായിരുന്നു. വൈകിയാണെങ്കിലും ഈ വീഡിയോ ഒന്ന് ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ വായനാ ദിനാശംസകൾ പറയുന്നു. അതോടൊപ്പം ഇന്ന് സ്കൂളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ അതിൽ വളരെ താല്പര്യത്തോടു കൂടിയൊക്കെ പങ്കെടുക്കുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ വായനാ ദിനം വരുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഞാനെന്തോ എട്ടിലോ ഒമ്പതിലോ ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ അമ്മുമ്മ, അതായത് എൻ്റെ അമ്മയുടെ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് ഈ വായന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അമ്മ കയ്യിൽ കിട്ടുന്നത് ഒരു പേപ്പർ തുണ്ടാണെങ്കിൽ പോലും നമ്മൾ ഈ കടലാസ് പൊതിയൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെയാണെങ്കിൽ അമ്മ വളരെ വളരെ ശ്രദ്ധയോടു കൂടി ഇരുന്ന് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയൊക്കെ പഴയ 6ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ ഒക്കെയാണ്. കാരണം അന്നത്തെ ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 6, 7 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡിഗ്രിക്ക് തുല്യമായിട്ടുള്ളതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം പിന്നെ പത്രമൊക്കെ കിട്ടുമ്പോൾ എവിടുന്നെങ്കിലുമൊക്കെ പത്രം കിട്ടുമ്പോൾ ഞാൻ ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാർത്തയൊക്കെ ഞാൻ വായിച്ചു കൊടുക്കാം. നമുക്ക് പിന്നെ കണ്ണിനൊക്കെ ഇത്തിരി കാഴ്ചയുടെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം പിന്നെ ഞാൻ വായിക്കും. അമ്മ എന്നാലും തപ്പിത്തടഞ്ഞൊക്കെ വായിക്കും. അപ്പം അമ്മയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെ വായിച്ച് ഓരോ വാർത്തകൾ കേൾക്കുന്നത്. അപ്പം അമ്മ കൂടുതലായിട്ട് ഈ ചരമക്കോളമൊക്കെ ഇരുന്നിട്ടൊക്കെ വായിക്കും. അപ്പം ഞാനും അമ്മയുടെ ആ ഒരു താല്പര്യം ഞാൻ അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് അമ്മ വായിക്കണ കാണുമ്പോൾ. ഞാനിതിൽ വായിച്ചു കൊടുക്കും. എന്നിട്ട് അതിലില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചു കൊടുക്കുമായിരുന്നു. ഇങ്ങനെ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി ഇത്ര പേര്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആൾക്കാരുമായിട്ട്. അപ്പോൾ അമ്മ ഇരുന്നിട്ട് ഭയങ്കര വിഷമത്തോടു കൂടി അമ്മയുടെ ആ ഒരു അതിനോടുള്ളൊരു മനോഭാവം അമ്മയെന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പം കാണിക്കുന്നത് കാണുമ്പോൾ എന്തോ എനിക്കൊരു ആ സമയത്തൊരു സംതൃപ്തി ആയിരുന്നു എന്ന് എനിക്കറിയത്തില്ല, ഒരു കുസൃതി ആയിരുന്നു എന്നും എനിക്കറിയത്തില്ല. പക്ഷേ അത് കഴിയുമ്പോൾ ഞാൻ പറയും അമ്മ വെറുതെയാണ്, ഞാൻ അമ്മനെ പറ്റിക്കാൻ വായിച്ചതാണ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ വായനാ ദിനത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ആ ഒരു വായനയാണ്. അപ്പം വായനയുടെ ഒരു ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിൽ നമ്മുടെ മാതാപിതാക്കൾക്കുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ബുക്കുകളുടെ പ്രദർശനം ഉണ്ടായിരുന്നു. ശരിക്കും ഇതിലൂടെയൊക്കെ കണ്ണോടിച്ചങ്ങ് പോകുമ്പോൾ എന്തോ ഒരു നഷ്ടം തോന്നിയ ഒരു കാര്യമായിരുന്നു ആ സമയത്ത് മനസ്സിലൂടെ കടന്നു പോയത്. കാരണം വായനയുടെ വലിയൊരു ലോകം മുന്നിലുണ്ടായിരുന്നിട്ടും എന്തൊക്കെയോ കാരണങ്ങൾ, അസ്വസ്ഥപ്പെടുത്തുന്ന പല കാരണങ്ങളുമായിരിക്കാം, ജീവിതത്തിൻ്റെ ഒഴുക്കിനൊത്ത് പോകുമ്പോൾ നഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കാം. വലിയൊരു നഷ്ടം, എന്തോ ഒരു കാര്യങ്ങൾ ആ ഒരു സമയത്ത് ഈ ബുക്കുകളിലൂടെയൊക്കെ കണ്ണോടിച്ച് പോകുമ്പോൾ തോന്നി. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ വായനയുടെ ഒരു ലോകം നമ്മളിലേക്ക് ചെലുത്തിയ സ്വാധീനം, അതുവഴി നമ്മൾ കണ്ട സ്വപ്നങ്ങൾ, അതൊക്കെ എന്ത് രസമുള്ള കാലഘട്ടമായിരുന്നു. സത്യത്തിൽ ഈ മൊബൈൽ ഫോണൊക്കെ വന്നതിന് ശേഷമാണ് വായനയിൽ നിന്ന് ഇത്ര അകന്നു പോയെന്ന് എനിക്ക് തോന്നുന്നു. വായിക്കാൻ ചില ബുക്കുകളൊക്കെ എടുത്ത് വായിച്ചാലും അത് തീർക്കാതെ മനസ്സിന് സമാധാനം ഉണ്ടാകില്ലായിരുന്നു. ഭക്ഷണം പോലും വേണ്ടാതിരുന്ന് വായിച്ച കാലഘട്ടങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ചിന്തകൾ, വായനാ ദിനത്തിലൂടെ കടന്നുപോയ ചിന്തകൾ. അപ്പോൾ ഇനി ഈ ഒരു വായനാ ദിനത്തിൽ എനിക്ക് തോന്നുന്നത് ഇനി കുറച്ച് ബുക്കൊക്കെ എടുത്ത് വായിക്കണം. മനസ്സിനെ അത്തലങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ ഒരു ചിന്ത ഉദിച്ചു എന്ന് പറയാം. ഇനി അത് എത്രത്തോളം നാളെ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും വായിച്ച് തുടങ്ങണമെന്നൊരാഗ്രഹം വരുന്നുണ്ട്. ചെറിയൊരു വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.